നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പൊള്ളുന്ന ജീവിതാനുഭവങ്ങളുടെ കഥകളാകും ഓരോ പ്രവാസിക്കും പറയാനുള്ളത്. ഒരായുഷ്കാലം മുഴുവൻ അന്യനാട്ടിൽ കഷ്ടപ്പെടാൻ വിധിക്കപ്പെട്ട പ്രവാസികൾ ഒടുവിൽ ജീവിത സായാഹ്നത്തിൽ തണൽ തേടിയെത്തുന്നത് പെറ്റമ്മയുടെ മടിത്തട്ടിലേക്ക് എന്ന പോലെ സ്വന്തം മണ്ണിലേക്കാണ്. അങ്ങനെ ഒരു പ്രവാസിയുടെ കഥയാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. സംഭവബഹുലമായ 3 പതിറ്റാണ്ടിലേറെ നീണ്ട പ്രവാസി ജീവിതത്തോട് വിട പറഞ്ഞ് മലയാളി നാട്ടിലേക്ക് മടങ്ങി. ഷാർജ സെൻട്രൽ ജയിലിനോടനുബന്ധിച്ചുള്ള ഫോറൻസിക് വിഭാഗത്തിൽ കഴിഞ്ഞ 33 വർഷം ജോലി ചെയ്ത തൃശൂർ പെരുമ്പിലാവ് ചെറുമനങ്ങാട് സ്വദേശി സിദ്ദിഖ് മാളിയേക്കലാണ് പ്രവാസ ജീവിതത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. നാട്ടിലെത്തുന്നതിന്റെ സന്തോഷത്തിനൊപ്പം തന്റെ അടുത്ത തലമുറയെ ഇതേ വിഭാഗത്തിൽ ജോലിയിൽ പ്രവേശിപ്പിച്ചതിലുള്ള സംതൃപ്തിയുമായാണ് അദ്ദേഹം വിമാനം കയറിയത്. 10ാം ക്ലാസ് പഠനത്തിനു ശേഷം 1987 26ാം വയസ്സിലാണ് സിദ്ദിഖ് UAE-യിലെത്തുന്നത്. ആദ്യം മലയാളികളടക്കമുള്ള പ്രവാസികളുടെ ചരിത്രഭൂമിയായ ഖോർഫക്കാനിലെ സർക്കാർ ആശുപത്രിയിലായിരുന്നു ജോലി. 2 വർഷത്തിനു ശേഷം ഇവിടെ നിന്ന് ഷാർജ സെൻട്രൽ ജയിലിലെ ഫോറൻസിക് വിഭാഗത്തിലെത്തി. അപമൃത്യു സംഭവിക്കുന്ന മൃതദേഹങ്ങൾ മാത്രമാണ് ഇവിടെ എത്താറുള്ളത്. അവ വിദഗ്ധർ പരിശോധിക്കുന്നതിനായി ഒരുക്കി കൊടുക്കുകയായിരുന്നു ജോലി. മൃതദേഹങ്ങൾ കാണുമ്പോൾ ആദ്യമൊക്കെ വല്ലാത്ത വിഷമവും മടുപ്പും തോന്നുമായിരുന്നു. പിന്നെ അത് ജീവിതത്തിന്റെ ഭാഗമായി മാറി. എന്നാൽ മരിച്ചവരുടെ ബന്ധുക്കളുടെ മുഖം കാണുമ്പോഴുള്ള വിഷമം ഉള്ളിൽ നിന്ന് അറിയാതെ പുറത്തുവരും. അവർക്ക് സാന്ത്വനം നൽകുക മാത്രമായിരുന്നു പ്രതിവിധി. 24 മണിക്കൂറും ജോലിയിൽ ശ്രദ്ധ വേണം. ഫോറൻസിക് വിഭാഗം സ്ഥിതി ചെയ്യുന്ന കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് താമസ സ്ഥലം എന്നതിനാൽ അതിൽ പ്രയാസം നേരിട്ടില്ല. ഏതു സമയത്തും മൃതദേഹം എത്താം. പലപ്പോഴും അജ്ഞാത ജനങ്ങൾ സൂക്ഷിക്കുന്ന മോർച്ചറിയോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെ രാത്രി കിടന്നുറങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഒരിക്കൽ മാത്രം ഭയം തോന്നിയിട്ടുണ്ട്. ഗാഠനിദ്രയിലായിരുന്നപ്പോൾ പാതിരായ്ക്ക് ഒരു പുരുഷന്റെ നിലവിളി. തോന്നലായിരിക്കാം എന്ന് കരുതി കിടന്നപ്പോൾ നിലവിളി വീണ്ടും ഉയർന്നു. ഉടൻ താമസ സ്ഥലത്ത് ചെന്ന് സഹപ്രവർത്തകനോട് കാര്യം പറഞ്ഞു. ഇരുവരും തിരിച്ചുവന്ന് മൃതദേഹങ്ങൾ പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. അതൊരു തോന്നലായിരിക്കാം എന്ന് തന്നെ വിശ്വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാ വർഷവും 1 മാസം അവധിയും ആ മാസത്തെ ശമ്പളവും ലഭിക്കുമായിരുന്നു. നാട്ടിലേക്ക് പോകുമ്പോൾ മുതിർന്ന ഉദ്യോഗസ്ഥർ സന്തോഷം പകരും. ഫോറൻസിക് വിഭാഗം തലവൻ ആദിൽ അഹമ്മദ് മാസിമി അടക്കമുള്ളവർ ഒരു സഹോദരനോടെന്ന പോലെയാണ് പെരുമാറിയിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തോടും മറ്റുദ്യോഗസ്ഥരോടുമുള്ള കടപ്പാട് മറക്കാനാവില്ല. രണ്ടാമത്തെ മകൻ അബ്ദുള്ളയെ ഫോറൻസിക് വിഭാഗത്തിൽ തന്നെ ജോലിയിൽ പ്രവേശിപ്പിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ അദ്ദേഹം പൂർണ്ണ പിന്തുണ നൽകി. അദ്ദേഹത്തിൽ നിന്ന് അവസാനമായി പ്രശംസാപത്രം ഏറ്റുവാങ്ങാനും സാധിച്ചു. വിവിധ രാജ്യക്കാരായ ഉദ്യോഗസ്ഥരോടും ജീവനക്കാരോടും ഇടപെട്ടുള്ള ജീവിതം മനുഷ്യനെ സംബന്ധിച്ച ഒട്ടേറെ പാഠങ്ങൾ പകർന്നു തന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സ്നേഹം, സൗഹാർദ്ദം, മാനുഷികത, സഹിഷ്ണുത തുടങ്ങിയവ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിയാനായെന്നും ഇനിയുള്ള കാലവും ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നാട്ടിൽ വീടും സ്ഥലവുമുണ്ട്. എങ്കിലും ഇനിയുള്ള കാലം വെറുതെ ഇരിക്കാനാവില്ല. വീട്ടുപറമ്പിൽ കൃഷി ചെയ്ത് കഴിയും വിധം സാമൂഹിക സേവനവുമായി ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.